ഇന്ത്യൻ ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും മുകളിലാണോ ഏതെങ്കിലും സമരം? സുപ്രീം കോടതിയുടെ ഉത്തരവിനെ പോലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പരസ്യമായി വെല്ലുവിളിക്കാൻ ഇവിടെ ആർക്കാ ധൈര്യമുള്ളത്? നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ സമരം ചെയ്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ചോദിച്ചു വാങ്ങിയെന്ന് അഹങ്കരിക്കുന്നവർ ഇപ്പോൾ വലിയൊരു അപകടത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഞങ്ങൾ പറയുന്നതാണ് നിയമം, ഞങ്ങൾ പറയുന്നവരെ മുഴുവൻ വെറുതെ വിടണം, ഇങ്ങനെ ഈ രാജ്യത്തെ പരമോന്നത നീതിപീഠത്തോട് കൽപ്പിക്കുന്ന ഈ പുതിയ ട്രെൻഡ് അപകടകരമല്ലേ? സമാധാനപരമായി സമരം ചെയ്ത വിദ്യാർത്ഥികളെ വെറുതെ വിടണമെന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ അതിനിടയിൽ വന്ന് കലാപവും അക്രമവും ഉണ്ടാക്കിയ ക്രിമിനലുകളെ കൂടി ജയിലിൽ നിന്നും ഇറക്കണമെന്ന് വാശി പിടിക്കുന്നതിന് പിന്നിലെ യഥാർത്ഥ അജണ്ട എന്താണ്? CJP എന്ന സംഘടനയും സൗരവ് ദാസിനെ പോലെയുള്ള നേതാക്കളും ഉയർത്തുന്ന ഈ വെല്ലുവിളി ഇന്ത്യൻ നിയമവ്യവസ്ഥയോടുള്ള തുറന്ന പോരാട്ടം തന്നെയാണ്. ആരാണ് ഈ രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്? ജനറേഷൻ ഇസഡ് അല്ലെങ്കിൽ പ്രത്യേക പ്രിവിലേജ് ഉണ്ടെന്ന് കരുതുന്നവർക്ക് ഭരണഘടനയ്ക്ക് അപ്പുറം പ്രത്യേക കൊമ്പുണ്ടോ? ഈ വിഷയത്തിന്റെ പൂർണ്ണമായ സത്യവും ഇതിന് പിന്നിലെ കപട രാഷ്ട്രീയവും കൃത്യമായ ഡാറ്റകളും വിശകലനങ്ങളും സഹിതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നു. ഇന്ത്യൻ വിദ്യാഭ്യാസ ചരിത്രത്തിൽ വലിയൊരു തരംഗമുണ്ടാക്കിയ ഒന്നായിരുന്നു നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരായ പ്രക്ഷോഭം. ഡൽഹിയിലെ ജന്തർ മന്ദറിലും രാജ്യത്തിന്റെ വിവിധ കോണുകളിലും വിദ്യാർത്ഥികൾ തെരുവിലേക്കിറങ്ങി. ആയിരക്കണക്കിന് യുവാക്കളുടെ ഭാവി വെച്ച് പന്താടിയ ഉദ്യോഗസ്ഥർക്കും സിസ്റ്റത്തിനുമെതിരെ ഉയർന്ന ആ പ്രതിഷേധത്തിന് കൃത്യമായ ന്യായമുണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാൻ സ്വയം തയ്യാറായത്. പ്രക്ഷോഭത്തിനൊടുവിൽ സർക്കാരും സമരക്കാരുമായി ചില ചർച്ചകളൊക്കെ നടന്നു. തുടർന്ന് സമരത്തിനിടെ അറസ്റ്റിലായ വിദ്യാർത്ഥികളുടെ ജാമ്യവും കേസുകളും സംബന്ധിച്ച വിഷയം രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ മുമ്പിലേക്ക് എത്തി. സുപ്രീം കോടതി വളരെ വ്യക്തവും ന്യായവുമായ ഒരു വിധി പ്രസ്താവിച്ചു. സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾ ജന്തർ മന്ദറിലോ മറ്റ് സ്ഥലങ്ങളിലോ സമാധാനപരമായി ജനാധിപത്യ അവകാശങ്ങൾ ഉപയോഗിച്ച് സമരം ചെയ്ത നിരപരാധികളായ വിദ്യാർത്ഥികൾക്കെതിരെയുള്ള കേസുകൾ റദ്ദാക്കണം, അവരെ ഉടൻ മോചിപ്പിക്കണം. എന്നാൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരോ? സമരത്തിന്റെ മറവിൽ അക്രമം അഴിച്ചുവിട്ടവർ, പൊതുമുതൽ നശിപ്പിച്ചവർ, ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ, സമരം വെച്ച് രാഷ്ട്രീയം കളിച്ച കുഴപ്പക്കാർ എന്നിവർക്കെതിരെയുള്ള നിയമ നടപടികളും അന്വേഷണങ്ങളും തുടരാം. ഒരു സാധാരണ പൗരനും നീതിബോധമുള്ള ഏതൊരാൾക്കും ഈ വിധിയിൽ യാതൊരു തെറ്റും കാണാൻ സാധിക്കില്ല. കാരണം സമരം ചെയ്യാനുള്ള അവകാശം ജനാധിപത്യം തരുമ്പോൾ അതിനിടയിൽ കയറി അക്രമം കാണിക്കാനുള്ള അവകാശം ഒരു ഭരണഘടനയും ഇവിടെ നൽകുന്നില്ല. എന്നാൽ ഈ ചരിത്രപരമായ സുപ്രീം കോടതി വിധി പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് CJP തലവൻ സൗരവ് ദാസിന്റെയും കൂട്ടരുടെയും അഹങ്കാരം നിറഞ്ഞ പ്രതികരണം ഉണ്ടാകുന്നത്. അവർ പരസ്യമായി പ്രഖ്യാപിച്ചു, നോട്ട് ആക്സെപ്റ്റബിൾ. എന്താണ് ഇതിന്റെ അർത്ഥം? സൗരവ് ദാസ് പറയുന്നത് സമരം ചെയ്ത വിദ്യാർത്ഥികളെ മാത്രമല്ല, അവിടെ വന്ന് അക്രമം കാണിച്ച ക്രിമിനലുകളെ കൂടി സർക്കാർ വെറുതെ വിടണമെന്നാണ്. ഞങ്ങൾ സർക്കാരുമായി അങ്ങനെയാണ് സംസാരിച്ചത്, അതുകൊണ്ട് കേസെടുത്ത മുഴുവൻ ആളുകളെയും വെറുതെ വിടണം, ഇല്ലെങ്കിൽ വീണ്ടും രാജ്യവ്യാപകമായി കലാപവും പ്രക്ഷോഭവും ആരംഭിക്കും. നീ ആരെയാണ് പേടിപ്പിക്കുന്നത്? ഈ ഭീഷണിയാണ് CJP ഉയർത്തുന്നത്. ഇവിടെയാണ് നമ്മൾ ചില നിർണായകമായ ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ടത്. സുപ്രീം കോടതിക്ക് മുകളിലാണോ ഈ സൗരവ് ദാസും അദ്ദേഹത്തിന്റെ സംഘടനയും? ഈ രാജ്യത്തെ നിയമങ്ങളും കോടതികളും ഇവർ നൽകുന്ന ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കണമെന്നാണോ ഇവരൊക്കെ കരുതുന്നത്? ഒരു കേന്ദ്രമന്ത്രി രാജിവെച്ചു എന്ന് കരുതി തങ്ങൾ എന്തനീതി കാണിച്ചാലും അത് ചോദിക്കാൻ രാജ്യത്ത് ആളില്ലെന്ന് തോന്നൽ ഇവരിൽ എങ്ങനെ ഉണ്ടായി? ചില മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി നൽകിയ അനാവശ്യ ഹൈപ്പ് ഉപയോഗിച്ച് തങ്ങളാണ് ഈ രാജ്യത്തെ നിയന്ത്രിക്കുന്നത് എന്ന് ചില നേതാക്കൾ സ്വയം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ യഥാർത്ഥ ആവശ്യങ്ങളെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഹൈജാക്ക് ചെയ്ത കുറ്റകരമായ അവസ്ഥയാണിത്. ഇന്ന് ചിലർ ഉയർത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാദമാണ്, ഞങ്ങൾ ജൻസിയാണ്, ഞങ്ങൾ പുതിയ തലമുറയാണ്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് പോലെ രാജ്യം ചലിക്കണമെന്ന്. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് മുന്നിൽ ജനറേഷൻ ഇസഡ് എന്നോ മില്യനേഴ്സ് എന്നോ അമ്മാവന്മാരെന്നോ ഉള്ള യാതൊരു വേർതിരിവുകളും ഇല്ല. വയസ്സ് എത്രയായാലും, അതിപ്പോ ബീറ്റയായാലും ആൽഫയായാലും ഏത് തലമുറയിൽപ്പെട്ടവരായാലും ഇന്ത്യൻ പൗരന്മാർ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ നട്ടെല്ലെന്നത് ഒരു വിഭാഗം ആളുകൾ മാത്രമാണെന്ന വാദം തന്നെ അസംബന്ധമാണ്. കർഷക സമരം നടന്നപ്പോൾ കേട്ടു കർഷകർ മാത്രമാണ് ഈ രാജ്യം പുലർത്തുന്നത് എന്ന്. തീർച്ചയായും കർഷകർ പ്രധാനപ്പെട്ടവരാണ്. എന്നാൽ ആ കർഷകന് വിത്ത് നിർമ്മിച്ച് നൽകുന്ന ശാസ്ത്രജ്ഞനും നിലമുഴാൻ ട്രാക്ടർ ഉണ്ടാക്കുന്ന വ്യവസായ തൊഴിലാളിയും വിളകൾ വിപണിയിൽ എത്തിക്കുന്ന ലോറി ഡ്രൈവറും ഒരുപോലെ പ്രാധാന്യമുള്ളവരല്ലേ? ഒരു സമൂഹം ചലിക്കണമെങ്കിൽ കർഷകർ മാത്രം പോരാ,
അതിന് നിർമ്മാണ തൊഴിലാളികൾ വേണം, ശുചീകരണ തൊഴിലാളികൾ വേണം, ഡോക്ടർ വേണം, എഞ്ചിനീയർ വേണം, ആരോഗ്യ പ്രവർത്തകർ വേണം, അധ്യാപകർ വേണം, പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും വേണം. അതുകൊണ്ട് ഞങ്ങൾ യുവാക്കളാണ് അല്ലെങ്കിൽ വിദ്യാർത്ഥികളാണ്, അതുകൊണ്ട് രാജ്യത്തെ നിയമവ്യവസ്ഥ ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് കരുതുന്നത് വെറും വ്യാമോഹം മാത്രമാണ്. നിങ്ങൾ സമരം ചെയ്തോളൂ, ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉപയോഗിച്ചോളൂ, എന്നാൽ അക്രമം കാണിച്ചാൽ ഈ രാജ്യത്തെ റൂൾ ഓഫ് ലോ നിങ്ങളുടെ കഴുത്തിൽ പിടിമുറുക്കുക തന്നെ ചെയ്യും. ഇത്തരം പ്രക്ഷോഭങ്ങളെയും അരാജകത്വങ്ങളെയും വിദേശ രാജ്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് കാനഡ പോലെയുള്ള വികസിത രാജ്യങ്ങളിൽ റൂൾ ഓഫ് ലോ എത്രമാത്രം കർശനമാണെന്ന് നമുക്കറിയാം. വഴി തടസ്സപ്പെടുത്തിയോ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയോ ഉള്ള പ്രക്ഷോഭങ്ങളെ അവർ അതിരൂക്ഷമായിട്ടാണ് നേരിടുന്നത്. ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം എന്നാൽ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിന്മേൽ കുതിര കയറാനുള്ള ലൈസൻസ് ഒന്നും അല്ല. ഇന്ത്യ പോലെയുള്ള ഒരു വലിയ ജനാധിപത്യ രാജ്യത്ത് വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്ത സർക്കാരുകളുണ്ട്. അങ്ങനെയാണ് ഇവിടെ ജനാധിപത്യം മുന്നോട്ട് പോകുന്നത്. നീതിപൂർവം വിധി പ്രസ്താവിക്കുന്ന പരമോന്നത കോടതിയുണ്ട്. നിയമം നടപ്പിലാക്കുന്ന പോലീസും കേസന്വേഷിക്കുന്ന ഏജൻസികളുമുണ്ട്. ഇവയെല്ലാം മറികടന്ന് കുറച്ച് ആളുകൾ തെരുവിൽ അക്രമം അഴിച്ചുവിട്ട് കോടതി വിധിയെ പോലും തള്ളിക്കടയാൻ തുടങ്ങിയാൽ അത് ജനാധിപത്യത്തിന് വൻ ഭീഷണിയായി മാറും. സൗരവ് ദാസിനെ പോലെയുള്ള നേതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നീറ്റ് പരീക്ഷ എഴുതിയ ലക്ഷക്കണക്കിന് നിരപരാധികളായ വിദ്യാർത്ഥികളുടെ കണ്ണീരിന് നീതി ലഭിക്കുക എന്നത് തന്നെയാണ് പ്രധാനം. അതിനുവേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞു. സമാധാനപരമായി സമരം ചെയ്ത ഒരു വിദ്യാർത്ഥിയും ജയിലിൽ കിടക്കേണ്ടതില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതിയും ഈ രാജ്യത്തെ പൗരന്മാരും ആഗ്രഹിക്കുന്നത്. എന്നാൽ നിങ്ങൾക്കിത് രസം പഠിച്ചു, ലഹരി കയറി, ആ സമരത്തിനിടയിൽ കടന്നുകൂടി അക്രമം അഴിച്ചുവിട്ട് ക്രിമിനലുകളെയൊക്കെ വെറുതെ വിടണമെന്ന് പറയുന്നത് അതിലെ ലോജിക്ക് എന്താണ്? വിദ്യാർത്ഥി സമരത്തെ പോലും അപമാനിക്കുന്നതിന് തുല്യമല്ലേ അത്? ചുരുക്കി പറഞ്ഞാൽ അഹങ്കാരത്തിനും അരാജകത്വത്തിനും ഒരതിരുണ്ട്. ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്, നിങ്ങൾക്ക് മാത്രമല്ല. എന്നാൽ സുപ്രീം കോടതി വിധിയെ നോട്ട് ആക്സെപ്റ്റബിൾ എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാൻ ഇവിടെ ആർക്കും അവകാശമില്ല. സൗരവ് എന്ന വ്യക്തിയും ഈ ഞാനും നമ്മളെല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണ്. സമരത്തിന് മുന്നിൽ ന്യായമായ ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാർ അത് കേൾക്കും. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോട് അത് തെളിഞ്ഞതുമാണ്. എന്നാൽ സമരത്തിന്റെ മറവിൽ ക്രിമിനലിസം കാണിച്ചവരെ രക്ഷിക്കാൻ സുപ്രീം കോടതിയെ പോലും ഭീഷണിപ്പെടുത്താൻ തുനിഞ്ഞ ഇന്ത്യൻ നിയമവ്യവസ്ഥ അതിന് ശക്തമായ മറുപടി നൽകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ചുമ്മാ നോക്കി നിൽക്കില്ല. നിയമവും ഭരണഘടനയും എല്ലാവർക്കും ഒന്നാണ്. അത് പ്രക്ഷോഭകർക്കായാലും നേതാക്കൾക്കായാലും സാധാരണക്കാർക്കായാലും. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സമരം ചെയ്ത നിരപരാധികളെ വിട്ടയക്കുകയും അക്രമം കാണിച്ച ക്രിമിനലുകൾക്കെതിരെ നടപടി തുടരുകയും ചെയ്യണമെന്ന സുപ്രീം കോടതി വിധിയെ നിങ്ങൾ ഇങ്ങനെ നോക്കിക്കാണുന്നു? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.